ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോയേജ് അക്കൗണ്ടിനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ദാറ്റ് ഈസ് വോയേജ് ഇൻ പ്രോഗ്രസ് ഓർ ഇൻകംപ്ലീറ്റ് വോയേജ്. വോയേജ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഒരു ഇൻകംപ്ലീറ്റ് വോയേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ്സിലാണ് ഇപ്പോൾ വോയേജിൻ്റെ ഒരു സ്റ്റാറ്റസ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം ഡെബിറ്റ് സൈഡിലും ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് വോയേജ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാമെന്ന്. അപ്പോൾ ആ ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ തിയറി പാർട്ട് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് വോയേജ് ഇൻ പ്രോഗ്രസ് അല്ല ഇൻകംപ്ലീറ്റ് വോയേജ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോയേജ് ഇൻ പ്രോഗ്രസ് അഥവാ ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ മീനിങ് ആണ്. എന്താണ് വോയേജ് ഇൻ പ്രോഗ്രസ്? വോയേജ് ഇൻ പ്രോഗ്രസ് അഥവാ ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അറ്റ് ദ ടൈം ഓഫ് ക്ലോസിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് വോയേജ് മേ നോട്ട് ബി കംപ്ലീറ്റ് ആൻഡ് ഇറ്റ് മേ സ്റ്റിൽ ബി ഇൻ പ്രോഗ്രസ്. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയറിൽ മേ ബി അവിടെ എന്താകാം, ഒരു വോയേജ് ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു ഇൻകംപ്ലീറ്റ് ആയിരിക്കാനുള്ള പോസിബിലിറ്റിയും ചാൻസും ഉണ്ട്. സോ ആ ഒരു നമ്മുടെ പർട്ടിക്കുലർ വോയേജ് ഇപ്പോഴും ഇൻ പ്രോഗ്രസ്സിലാണ് അതിൻ്റെ ഒരു പൊസിഷൻ എങ്കിൽ, കംപ്ലീറ്റ് ആയിട്ടില്ല, അത് കംപ്ലീറ്റ് ജേർണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എങ്കിൽ അതിനെയാണ് വോയേജ് ഇൻ പ്രോഗ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാണ് മുംബൈ ടു ലണ്ടൻ എന്നുള്ള ഒരു ജേർണിയാണ്, ഒരു വോയേജാണ് നടത്തുന്നതെങ്കിൽ ഒരു ഔട്ട്വേർഡ് ജേർണി മാത്രമല്ല, ഒരു ഇൻവേർഡ് ജേർണി, അതായത് ലണ്ടനിൽ നിന്ന് തിരിച്ച് മുംബൈയിൽ എത്തുക എന്നുള്ള ഒരു ഇൻവേർഡ് ജേർണിയും കൂടെ കവർ ചെയ്താൽ മാത്രമേ ഒരു പർട്ടിക്കുലർ വോയേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോയേജിൽ ബോത്ത് ഔട്ട്വേർഡ് ജേർണിയും റിട്ടേൺ ജേർണിയും കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മുംബൈ ടു ലണ്ടൻ എന്ന് പറയുന്ന ഒരു ഔട്ട്വേർഡ് ജേർണി അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന ആ ഒരു പർട്ടിക്കുലർ ജേർണി, ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന ആ ഒരു റിട്ടേൺ ജേർണി ഫുള്ളി ഇൻകംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു സ്റ്റേജിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം, വോയേജ് ഇൻ പ്രോഗ്രസ്. കാരണം എന്താണ്, ഈ വോയേജ് കംപ്ലീറ്റ് ആയില്ല. വോയേജ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? വോയേജ് കംപ്ലീറ്റ് ആവുന്നത് മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഒരു ഔട്ട്വേർഡ് ജേർണിയും അതേപോലെ ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഒരു റിട്ടേൺ ജേർണിയും ഫുള്ളി കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണ് പർട്ടിക്കുലർ വോയേജ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ മേ ബി ഈ മുംബൈ ടു ലണ്ടൻ എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഔട്ട്വേർഡ് ജേർണി കംപ്ലീറ്റ് ആയി, ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്കുള്ള റിട്ടേൺ ജേർണി ഫുള്ളി ഇൻകംപ്ലീറ്റ് ആകാം. ഇല്ലെങ്കിൽ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജുമാകാം. ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഈ ഒരു യാത്രയുടെ ഒരു പകുതി കവർ ചെയ്തു, ഇനി ബാക്കി പകുതിയുടെ ഒരു ഹാഫ് കംപ്ലീറ്റ് ചെയ്തു, ഇനി ഹാഫ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള സ്റ്റേജുകളെല്ലാം ഒരു ജേർണി ഫുള്ളി കംപ്ലീറ്റ് അല്ലാതെ ഇരിക്കുന്ന ഏത് സ്റ്റേജിനെ നമുക്ക് എന്തെന്ന് പറയാം, വോയേജ് ഇൻ പ്രോഗ്രസ് എന്നുള്ള മീനിങ്ങിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിനും ഒരു പോസിബിലിറ്റി ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന പർട്ടിക്കുലർ ടൈമിൽ വോയേജ് മേ നോട്ട് ബി കംപ്ലീറ്റ് ആൻഡ് സ്റ്റിൽ ബി ഇൻ പ്രോഗ്രസ്. വോയേജ് ഇപ്പോഴും പ്രോഗ്രസ്സിലാണ്, അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു സ്റ്റേജിൽ ഇപ്പോഴും പ്രോഗ്രസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് പറയുന്ന അതിന് പറയുന്ന ടേമാണ് വോയേജ് ഇൻ പ്രോഗ്രസ് അഥവാ ഇൻകംപ്ലീറ്റ് വോയേജ്. അപ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് ഒരു വോയേജ് ഇൻ പ്രോഗ്രസ് ഉള്ള കേസിൽ എങ്ങനെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ സച്ച് എ കേസ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫോളോയിങ് ഐറ്റംസ്. അപ്പം നമുക്ക് ഇനി താഴെ പറയുന്ന 2 ഐറ്റംസിൻ്റെ കേസിൽ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. എന്തിൻ്റെയൊക്കെ കേസിലാണ്? ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻകത്തിൻ്റെ ബേസിലും ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസിൻ്റെ ബേസിലും ഈ 2 കേസിലും നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്? ഏറ്റവും മെയിനായിട്ട് ഷിപ്പിംഗ് കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഫ്രൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഫ്രൈറ്റ് റിസീവ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് ജേർണി. അപ്പോൾ ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഇൻകം കിട്ടി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ബോത്ത് ഔട്ട്വേർഡും റിട്ടേണും എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ ഫ്രൈറ്റാണ്. ആ ഫ്രൈറ്റിൻ്റെ പുറമേ നമ്മൾ അഡീഷണലായിട്ട് സർചാർജ് പോലെ ചാർജ് ചെയ്യുന്ന പ്രൈമേജ് ഉൾപ്പെടെ പ്രൈമേജും എല്ലാം നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇൻകമായിട്ട് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ആ ഒരു റെക്കോർഡ് ചെയ്ത് ഓൾറെഡി ഇൻകമായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന ഫ്രൈറ്റ് റിസീവ്ഡിൽ എന്തുമുണ്ട്?
ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആണ്, ഇപ്പോഴും അത് സ്റ്റിൽ ബി ഇൻ പ്രോഗ്രസ്സിലാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എങ്കിൽ ശരിക്കും ആ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, അൺഏൺഡ് ഇൻകം ആണ്. ഇൻകം ഏൺ ചെയ്തിട്ടില്ല. അത് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ആ ഒരു ഇൻകം കിട്ടിയതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ആ ഫ്രൈറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ഫ്രൈറ്റ് കാണിച്ചാൽ ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്നാണ് മീനിങ്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ആ ഫ്രൈറ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ആ ഇൻകം എന്ന് പറഞ്ഞ് നമ്മൾ വോയേജ് അക്കൗണ്ടിൽ കാണിക്കുന്ന ആ ക്രെഡിറ്റ് സൈഡിലുള്ള ഇൻകത്തിനെ ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് കുറച്ച് കാണിക്കണം അല്ലേ. അതിൽ നിന്ന് കുറച്ച് കാണിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. എന്നാൽ കുറച്ച് കാണിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് ആ ക്രെഡിറ്റ് സൈഡിൽ കുറയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്താലും മതി? അതിന് പകരം ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് അത് ഡെബിറ്റിൽ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ അതിന് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് ഡെബിറ്റ് സൈഡിൽ ഒരു പ്രൊവിഷൻ ഫോർ ഇൻകംപ്ലീറ്റ് വോയേജ് ക്രിയേറ്റ് ചെയ്ത് ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫ്രൈറ്റ് റിസീവ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ പറയാം. ഇനി അടുത്തത് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻകംപ്ലീറ്റ് ജേർണി. അപ്പോൾ നമുക്കറിയാം ഇൻകം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, അൺഏൺഡ് ഇൻകം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാച്ചിങ് കോൺസെപ്റ്റൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. എക്സ്പെൻസുമായിട്ട് റവന്യൂവിനെ മാച്ച് ചെയ്യുമ്പോൾ അത് മാച്ചിങ് കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഏതിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, എക്സ്പെൻസിലും ചെയ്യേണ്ട ആവശ്യമില്ലേ. നമ്മുടെ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസും ടോട്ടൽ എക്സ്പെൻസാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്തിരിക്കുന്ന കാര്യത്തിൻ്റെ ആ എക്സ്പെൻസിൽ എന്ത് ഇൻക്ലൂഡഡാ? ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ്സിലുള്ള വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആ എക്സ്പെൻസിനെയും അവിടെ നിന്ന് കുറച്ച് കാണിക്കുന്നത് പോലെ കുറയ്ക്കുന്നതിന് പകരം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വോയേജ് ഇൻ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ ഏത് സൈഡിൽ കാണിക്കാൻ? ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് കാണിക്കുക. അതായത് ക്രെഡിറ്റ് സൈഡിൽ വോയേജ് ഇൻ പ്രോഗ്രസ് എന്നും പറഞ്ഞ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻകംപ്ലീറ്റ് ജേർണിയുടെ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളൂടെ ചെയ്തതിന് ശേഷം വോയേജ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തും കൂടെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളത് വോയേജ് ഇൻ പ്രോഗ്രസ്സിനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു കറക്റ്റ് ട്രൂ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് നമ്മളിനി ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് വോയേജ് ഇൻ പ്രോഗ്രസ്. ആ വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് വോയേജുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഫസ്റ്റ് ഐറ്റം എന്താണ്? ഫ്രൈറ്റ് റിസീവ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് ജേർണി. ഫ്രൈറ്റ് റിസീവ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് ജേർണി. ഫ്രൈറ്റ് റിസീവ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് ജേർണിയാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ദോ ദ എൻറ്റയർ ഫ്രൈറ്റ് ഇൻക്ലൂഡിങ് പ്രൈമേജ് ബീയിങ് ഇൻകം ഈസ് ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. അപ്പോൾ നമ്മളിപ്പം ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ്? വോയേജ് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ എൻറ്റയർ ഫ്രൈറ്റ് പ്രൈമേജ് ഉൾപ്പെടെയുള്ള മൊത്തം ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? നമ്മുടെ വോയേജ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്കിലും അതിനകത്ത് എന്ത് ഇൻക്ലൂഡഡ് ആണ്? വോയേജ് ഫുള്ള് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് ഒരു അൺഏൺഡ് ഇൻകം അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് അൺഏൺഡ് ഇൻകം ഓൾസോ ആസ് ദ ജേർണി ഓഫ് ദ ഷിപ്പ് ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഈസ് റിക്വയർഡ് ടു ബി ക്യാരിഡ് ഫോർവേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പർട്ടിക്കുലർ ഷിപ്പിൻ്റെ ജേർണി ഫുള്ള് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് അൺഏൺഡ് ആയിട്ടുള്ള ഇൻകം കൂടി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യണം, അതിനെ അതിൽ നിന്ന് മാറ്റണം. അപ്പോൾ അവിടെ നിന്ന് കുറയ്ക്കുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഡിഡക്റ്റിംഗ് ഫ്രം ഫ്രൈറ്റ് ഓൺ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് അതിനെ കുറയ്ക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താലും മതി? നമ്മൾ ഈ പറഞ്ഞ ഇൻകത്തിന് ഒരു പ്രൊവിഷൻ ചാർജ് ചെയ്ത് അതിനെ ഡെബിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്താൽ മതി. A provision for freight including primage is made and shown on the debit side of voyage account under the heading Provision for Incomplete Voyage or simply Voyage in Progress. അപ്പോൾ നമുക്ക് ഒന്നുകിൽ വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എമൗണ്ട് എത്രയാണോ അത് കൊണ്ടുവന്ന് പ്രൊവിഷൻ എമൗണ്ട് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഡെബിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? പ്രൊവിഷൻ ഫോർ ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറയുന്ന രീതിയിൽ ഇൻകത്തിന് അൺഏൺഡ് ഇൻകം ആയതുകൊണ്ട് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് പ്രൊവിഷൻ ഫോർ ഇൻകംപ്ലീറ്റ് വോയേജ് എന്നുള്ള ഹെഡിലോട്ട് എഴുതുക. അല്ലെങ്കിൽ വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് മാത്രം എഴുതിയാലും മതി.
എന്താ നമ്മളിവിടെ ചെയ്തത്? നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ഫ്രൈറ്റും പ്രൈമേജും ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്ന ഐറ്റത്തിൽ അൺഎയിൻഡ് ഇൻകം ഉള്ളത് എത്രയാണ്, ഇൻകംപ്ലീറ്റ് വോയേജും പ്രോഗ്രസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എത്ര ഇൻകമാണ് ഓൾറെഡി നമ്മൾ നമുക്ക് കിട്ടി എന്നും പറഞ്ഞാൽ ഏൺ ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അൺഎയിൻഡ് ഇൻകത്തിന് എന്ത് ചെയ്തു? ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്തു. എന്ത് ചെയ്തില്ല? ക്രെഡിറ്റ് സൈഡിൽ കുറച്ച് കാണിച്ചില്ല, പകരം അതിനെ ഡെബിറ്റിൽ എൻ്റർ ചെയ്തു. ഇൻ എഫക്റ്റ് സെയിം ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട ഐറ്റം എന്താണ്? എക്സ്പെൻസ് ആണല്ലേ. നമ്മൾ ഇൻകത്തിനെ ചെയ്തെങ്കിൽ അതേ കാര്യം എക്സ്പെൻസിലും ചെയ്ത് കൊടുക്കണമല്ലോ. ഇഫ് ദ ഇൻകം ഓഫ് ദി ഇൻകംപ്ലീറ്റ് ജേർണി ഈസ് ക്യാരി ഫോർവേഡ്, ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻകംപ്ലീറ്റ് വോയേജ് ആർ ഓൾസോ ക്യാരി ഫോർവേഡ് സോ ദാറ്റ് ദ മാച്ചിങ് കോൺസെപ്റ്റ് മേ നോട്ട് ബി വയലേറ്റഡ്. അപ്പോൾ മാച്ചിങ് കോൺസെപ്റ്റ് വയലേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ എന്താണോ ഇൻകം സൈഡിൽ ചെയ്തത് അതേ കാര്യം എന്ത് ചെയ്യണം? ഇൻകത്തിൻ്റെ മുകളിൽ ചെയ്ത അതേ കാര്യം എക്സ്പെൻസിൻ്റെ കേസിലും ചെയ്യണം. അതുകൊണ്ട് അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന എമൗണ്ട്, അതായത് വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിച്ചു വെച്ചിരിക്കുന്ന എക്സ്പെൻസിൽ അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എത്രയാണോ, അതായത് ഇൻകംപ്ലീറ്റ് വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് എത്രയാണോ, ആ അൺഎക്സ്പെയർഡ് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെൻസ് സൈഡ് ഡെബിറ്റ് സൈഡിൽ കുറയ്ക്കുന്നതിന് പകരം ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അൺഎക്സ്പെയർഡ് എക്സ്പെൻസിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ക്രെഡിറ്റ് സൈഡിൽ വോയേജ് ഇൻ പ്രോഗ്രസ് എന്നുള്ള ഹെഡിൽ വോയേജ് അക്കൗണ്ടിൽ വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുത്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ, എക്സ്പെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ക്രെഡിറ്റിലും ഇൻകം അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് ഡെബിറ്റിലും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമലി ചെയ്യുന്നത് പോലെ തന്നെ വോയേജ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ബാലൻസും കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ട്രൂ പ്രോഫിറ്റ് പർട്ടിക്കുലർ പീരീഡുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഫ്രൈറ്റ് റിസീവ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് ജേർണിയും അഡ്ജസ്റ്റ് ചെയ്യണം, എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻകംപ്ലീറ്റ് ജേർണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ജേർണിയുടെ ഫ്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇൻകം സൈഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കതിനെ പ്രോബ്ലത്തിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഫ്രൈറ്റ് അല്ലെ പ്രൈമേജ് എന്നുള്ള എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണും. ആ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഇൻകംപ്ലീറ്റ് ജേർണിയുടെ എമൗണ്ടിനെ മാത്രം എടുത്ത് എന്ത് ചെയ്താൽ മതി? പ്രൊവിഷൻ ഫോർ ഇൻകംപ്ലീറ്റ് വോയേജ് എന്നോ വോയേജ് ഇൻ പ്രോഗ്രസ് എന്നോ മെൻഷൻ ചെയ്ത് ഡെബിറ്റ് സൈഡിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്. എന്നാൽ എക്സ്പെൻസ് അതുപോലെയല്ല. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ബ്രോക്കറേജ് അഡ്രസ് കമ്മീഷൻ അല്ലെങ്കിൽ പല രീതിയിലുള്ള കുറേ ഐറ്റംസ് നമ്മുടെ എക്സ്പെൻസ് സൈഡിൽ വരാനുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഓരോന്നും അതിൻ്റെ നേച്ചർ അനുസരിച്ച്, ഈ എക്സ്പെൻസിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വോയേജ് ഇൻ പ്രോഗ്രസ് എക്സ്പെൻസിൻ്റെ കേസിൽ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വർക്കിംഗ് നോട്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ട്. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ആർ ടു ബി ക്യാരിഡ് ഫോർവേഡ് ഓൺ ദ ബേസിസ് ഓഫ് ദർ നേച്ചർ ഓഫ് എക്സ്പെൻസസ്. ഈ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസിൻ്റെ മാത്രം കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആ എക്സ്പെൻസിൻ്റെ നേച്ചർ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസിനെ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഫോർവേഡ് ഓൺ ദ ബേസിസ് ഓഫ് ദർ നേച്ചർ. അതിൻ്റെ നേച്ചർ അനുസരിച്ച്. നേച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെ ബേസിലാകാം? ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെയൊക്കെ ബേസിൽ നടത്താമെന്നാണ് ഇനി പറയുന്നത്. എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫ്രൈറ്റ്. ഒന്നാമത്തെ എന്താ? ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ നേച്ചർ. രണ്ടാമത്തേത് സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണോ എന്നുള്ളതാണ് സെക്കൻഡ് വൺ. എന്താ സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഫ്രൈറ്റ് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസിനെയാണ് സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ എക്സ്പെൻസസ് നോട്ട് റിലേറ്റഡ് ടു ഫ്രൈറ്റ് ആണ് സെക്കൻഡ് കേസ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ആക്ച്വൽ ഐഡൻറ്റിഫയബിൾ എക്സ്പെൻസസ്. നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ്, ഐഡൻറ്റിഫയബിൾ ആണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ടൈപ്പ് എക്സ്പെൻസ്. ഈ മൂന്നെണ്ണത്തിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ എക്സ്പെൻസ് സൈഡിൽ കിടക്കുന്ന ഓരോ ഐറ്റവും വരുന്നത് എന്നതിനെ ബേസ് ചെയ്തായിരിക്കണം അതിൻ്റെ കാൽക്കുലേഷൻ. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഹെഡും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അല്ല, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫ്രൈറ്റ്. ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ്
നമുക്ക് സിമ്പിളായിട്ട് പറയാം. നമുക്ക് ആ ഒരു ഫസ്റ്റ് 1-2 പ്രോബ്ലംസ് നമ്മൾ സിമ്പിളായിട്ടുള്ളത് പഠിച്ചതാണ്. അപ്പോൾ ഫ്രൈറ്റിനെ അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻക്ലൂഡിങ് പ്രൈമേജിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന എക്സ്പെൻസ് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫ്രൈറ്റ്. ഏതൊക്കെ എക്സ്പെൻസാണ് അങ്ങനെ വരുന്നത്? അഡ്രസ് കമ്മീഷൻ, ഏജൻസ് കമ്മീഷൻ അഥവാ ബ്രോക്കറേജ്, ഫ്രൈറ്റ് ഇൻഷുറൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് അവിടെ എന്തിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്? ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വന്ന് നമ്മൾ കണ്ടുപിടിച്ച എക്സ്പെൻസുകൾ. ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വന്ന എക്സ്പെൻസ് ഏതൊക്കെയാണ്? ഒന്ന് അഡ്രസ് കമ്മീഷൻ, ഒന്ന് ബ്രോക്കറേജ് തന്നെയാണ് ഇവിടെ ഏജൻസ് കമ്മീഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രൈറ്റിൻ്റെ ഇൻഷുറൻസ്, ഇതും ഫ്രൈറ്റ് ആൻഡ് പ്രൈമേജിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 മാക്സിമം പോയാൽ വരാൻ സാധ്യതയുള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ 3 ഐറ്റംസിൽ ഈ എക്സ്പെൻസിനെ നമ്മൾ എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്, ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ഇനി പറയുന്നത്. സോ ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു റിട്ടേൺ ജേർണി. അപ്പോൾ റിട്ടേൺ ജേർണിയുമായിട്ട് ബന്ധപ്പെട്ട അല്ല ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ദ എക്സ്പെൻസ് ആർ ക്യാരീഡ് ഫോർവേഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ഫ്രൈറ്റ് ഓഫ് റിട്ടേൺ ജേർണി ടു ദാറ്റ് ഓഫ് ടോട്ടൽ ഫ്രൈറ്റ് ഓഫ് ജേർണി. അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടൊരു റേഷ്യോ ഉണ്ട്, ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇൻ പ്രൊപ്പോർഷൻ ടു ഫ്രൈറ്റ് ഓഫ് റിട്ടേൺ ജേർണി. റിട്ടേൺ ഫ്രൈറ്റ് എത്രയാണോ അതിനെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെ അതിനെ ഏതുമായിട്ടുള്ള പ്രൊപ്പോർഷൻ കാണുക? ടോട്ടൽ ഫ്രൈറ്റുമായിട്ടുള്ള പ്രൊപ്പോർഷൻ കാണുക. അതാണ് തൊട്ട് താഴെ ഒരു ഇക്വേഷനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാകും. റിട്ടേൺ ഫ്രൈറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രൈറ്റ് എടുക്കുക. എന്നിട്ട് ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെ ഈ പ്രൊപ്പോർഷൻ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ പ്രൊപ്പോർഷൻ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ഇൻറ്റു റിട്ടേൺ ഫ്രൈറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രൈറ്റ്. റിട്ടേൺ ഫ്രൈറ്റ് എത്രയാണ്, ടോട്ടൽ ഫ്രൈറ്റിൽ എത്രയാണ് റിട്ടേൺ ഫ്രൈറ്റുമായിട്ട് ഇൻകംപ്ലീറ്റ് ഫ്രൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, ആ റിട്ടേൺ ഫ്രൈറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രൈറ്റിനെ എന്തുമായിട്ട് ഇൻറ്റു ചെയ്യുക? ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് മാത്രം വരുന്ന എക്സ്പെൻസ്, അതായത് ഈ അഡ്രസ് കമ്മീഷൻ എത്രയുണ്ട്, ഏജൻറ്റിൻ്റെ കമ്മീഷൻ, ബ്രോക്കറേജ് എത്രയുണ്ട്, ഫ്രൈറ്റ് ഇൻഷുറൻസ് എത്ര വരുന്നുണ്ട്, ഇത് മൂന്നൂടൊക്കെ ഉള്ള കേസിൽ എന്ത് ചെയ്യുക? ഈ മൂന്നും ആഡ് ചെയ്യുക. ഉള്ളത് ഏതൊക്കെയാണോ അതൊക്കെ ആഡ് ചെയ്യുക. ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ടോട്ടൽ ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ഈ അഡ്രസ് കമ്മീഷനും ബ്രോക്കറേജും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 5 ലക്ഷം രൂപ വരുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫ്രൈറ്റും അതിൽ എത്രയാണ് റിട്ടേൺ ഫ്രൈറ്റ് വരുന്ന പ്രൊപ്പോർഷൻ, ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് ആ 5 ലക്ഷത്തിനെ അതിൻ്റെ പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? എക്സ്പെൻസ് റിലേറ്റഡ് ടു ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് ആഡ് ചെയ്യേണ്ടത്, വോയേജ് ഇൻ പ്രോഗ്രസ്സിൻ്റെ കാൽക്കുലേഷനിലോട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ടോട്ടൽ ഫ്രൈറ്റ് ഈസ് 5 lakh rupees ഇൻക്ലൂഡിംഗ് റിട്ടേൺ ഫ്രൈറ്റ് 2 lakh ആൻഡ് ദ ടോട്ടൽ എക്സ്പെൻസസ് ആർ 1 lakh. അതായത് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്ര വന്നു? 1 lakh. ടോട്ടൽ എക്സ്പെൻസ് 1 lakh വന്നാൽ എന്ത് ചെയ്യുക? എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫ്രൈറ്റ് എന്നുള്ളത് ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് എത്രയാണെന്ന് അവർ പറഞ്ഞത് 1 lakh ആണെന്നാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ടോട്ടൽ എക്സ്പെൻസ് ഫ്രൈറ്റ് റിലേറ്റഡ് ആണെന്ന് വിചാരിച്ചെടുക്കുക. 1 lakh ആണ്. ഇനി നമ്മുടെ ആ ഫ്രൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിലാണ് വേണ്ടത് അല്ലേ? ടോട്ടൽ ഫ്രൈറ്റ് എത്രയാണ്? 5 lakh. ടോട്ടൽ ഫ്രൈറ്റ് എവിടെയാണ് വരേണ്ടത്? ഡിനോമിനേറ്റർ ആയിട്ട് വരണം. അതിൽ റിട്ടേൺ ഫ്രൈറ്റ് എത്രയുണ്ട്? 2 lakh. അതെവിടെ വരണം? ന്യൂമറേറ്റർ ആയിട്ട് വരണം. അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 5 lakh ഇൻറ്റു 1 lakh ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 lakh. ഈ 1 lakh റുപ്പീസിൻ്റെ എക്സ്പെൻസ് ഉണ്ടെങ്കിലും ആ 1 lakhൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് വോയേജ് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റേണ്ടത് എത്ര മാത്രമാണ്? ഇൻകംപ്ലീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ഫ്രൈറ്റുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള 40,000 മാത്രമാണ്. അപ്പോൾ 40,000 ആണ് വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് എക്സ്പെൻസ് റിലേറ്റഡ് ടു ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി വേറൊരു നോട്ടും കൂടെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇഫ് ദ ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഫ്രൈറ്റ്, ഇവിടെ ഒരു ഐറ്റം വന്നല്ലോ ഫ്രൈറ്റ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടയ്ക്കുന്നത്, ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഫ്രൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്യുന്നത് ഓൺ ദ പോളിസി ഓൺ ദ ബേസിസ് ഓഫ് ടൈം ബേസിസ് പോളിസി അനുസരിച്ചാണെങ്കിൽ നോട്ട് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ്. അപ്പം ടൈം ബേസിസിലാണ് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജിൻ്റെ ഒന്നും ബേസിസിലല്ല എങ്കിൽ അങ്ങനെ ഒരു കേസിൽ ദെൻ ഫ്രൈറ്റ് ഇൻഷുറൻസ് വിൽ ബി ട്രീറ്റഡ് ആസ് സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഈ ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് വരണമെന്നില്ല. ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എപ്പോൾ മാത്രം ഫ്രൈറ്റ് ആൻഡ് പ്രൈമേജിൻ്റെ ബേസിലാണ് ഈ പറയുന്ന ഇൻഷുറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കുക. ഇനി അങ്ങനെയല്ല, ടൈം ബേസിസിലോ വല്ലതും ആണ് നമ്മൾ കാൽക്കുലേഷനിൽ പ്രോബ്ലത്തിൽ പറഞ്ഞെടുക്കുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ടൈം ബേസിസിലാണ് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്നതെങ്കിൽ അതിനെ പിന്നെ ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട്
ഇവിടെ ആഡ് ചെയ്ത് 1 lakhിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിൽക്കണ്ട, ഫ്ലൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണ്ട. പകരം അതിനെ അടുത്ത കാറ്റഗറിയിൽ എടുത്താൽ മതി. ഏതാ അടുത്ത കാറ്റഗറി? സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ നോൺ ഫ്ലൈറ്റ് എക്സ്പെൻസസ് നോട്ട് റിലേറ്റഡ് ടു ഫ്ലൈറ്റിൽ എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? വോയേജ് ഇൻ പ്രോഗ്രസ്സിലെ എക്സ്പെൻസിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ്. ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസിനെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തെ കേസ് ഏതാണ്? എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫ്ലൈറ്റ്. ഇനി രണ്ടാമത്തെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്, എക്സ്പെൻസസ് നോട്ട് റിലേറ്റഡ് ടു ഫ്ലൈറ്റ് അഥവാ സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അപ്പോൾ ഈ ഒരു കേസിൽ നോൺ ഫ്ലൈറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചാണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് എക്സ്പെൻസസ് ടു ബി ക്യാരിഡ് ഫോർവേഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ, അത് എത്ര ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുള്ളത് 2 കാര്യങ്ങളെ ബേസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. എന്തിനൊക്കെ ബേസ് ചെയ്താണ്? ഓൺ ദ ബേസിസ് ഓഫ് പൊസിഷൻ ഓഫ് ദ ഷിപ്പ്. ഇപ്പോൾ ഷിപ്പിൻ്റെ പൊസിഷൻ എവിടെയാണ്, എത്ര കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ എത്തി എന്ന ഒരു പൊസിഷനെ ബേസ് ചെയ്തും ആൻഡ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ഇൻകർ ചെയ്ത എക്സ്പെൻസസ് എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, ടോട്ടൽ വോയേജിനെ ബേസ് ചെയ്താണോ അല്ലെങ്കിൽ ആ പറയുന്ന ടിൽ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റിലെ വരെയുള്ള എക്സ്പെൻസ് ആണോ നമുക്ക് തന്നേക്കുന്നത്, ആ ഒരു എക്സ്പെൻസിൻ്റെ നേച്ചറൂടെ അനുസരിച്ചാണ്. ഈ 2 കാര്യങ്ങളെ ആ എമൗണ്ട് ഓഫ് എക്സ്പെൻസ് ഇൻകർ ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തും ഷിപ്പിൻ്റെ പൊസിഷൻ അനുസരിച്ചുമാണ് നോൺ ഫ്ലൈറ്റ് എക്സ്പെൻസ് അഥവാ സ്റ്റാൻഡിങ് എക്സ്പെൻസുകളെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാക്സിമം വരാനുള്ള ഒരു 3 പോസിബിലിറ്റിയാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോസിബിലിറ്റി വെൻ റിട്ടേൺ ജേർണി ഈസ് ഇൻകംപ്ലീറ്റ്. അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡിങ് എക്സ്പെൻസ് അഥവാ ഈ എക്സ്പെൻസസ് നോട്ട് റിലേറ്റഡ് ടു ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഫ്ലൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ വരെ പറഞ്ഞപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ കൊണ്ട് തീർത്തത്. ഇനി ഫ്ലൈറ്റ് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസിൻ്റെ കാര്യമാണ് ഫുള്ളായിട്ടും ഈ ഒരു തിയറി പാർട്ടിൽ കിടക്കുന്നത്. അതായത് നോൺ ഫ്ലൈറ്റ് എക്സ്പെൻസ് അഥവാ സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ കാര്യമാണ് താഴോട്ട് ഫുള്ള് പറയുന്നത്. അതിൽ 3 കേസുണ്ട്, 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, വെൻ റിട്ടേൺ ജേർണി ഈസ് ഇൻകംപ്ലീറ്റ്. റിട്ടേൺ ജേർണി ഇൻകംപ്ലീറ്റ് ആണ്, റിട്ടേൺ ജേർണി ഫുള്ളി ഇൻകംപ്ലീറ്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ മുംബൈ ടു ലണ്ടൻ, ലണ്ടൻ ടു മുംബൈ എന്ന് പറയുന്ന ഒരു കേസിൽ മുംബൈ ടു ലണ്ടൻ എന്നുള്ള ഔട്ട്വേർഡ് ജേർണി ഫുള്ള് കംപ്ലീറ്റ് ആണ്. ഇനി എന്ത് ചെയ്യണം? ലണ്ടനിൽ നിന്ന് തിരിച്ച് മുംബൈ വരെ എത്തണം. അപ്പോൾ പക്ഷേ ഈ ജേർണി ഫുള്ളി കംപ്ലീറ്റ് ആണ്. രണ്ടാമത്തെ ഈ റിട്ടേൺ ജേർണി എന്താണ്? ഫുള്ളി ഇൻകംപ്ലീറ്റ് ആണ്. അങ്ങനെയുള്ള കേസിൽ റിട്ടേൺ ജേർണി ഈസ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാൻഡിങ് എക്സ്പെൻസ് എല്ലാം കൂടെ എത്ര വരുന്നുണ്ടോ, സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ ടോട്ടലിൻ്റെ പകുതി 1/2 ഓഫ് ദ സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ ക്യാരിഡ് ഫോർവേഡ്. 1/2 ഓഫ് ദ സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ ക്യാരിഡ് ഫോർവേഡ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇൻ സച്ച് കേസസ് 1/2 ഓഫ് ദ സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ ക്യാരിഡ് ഫോർവേഡ് വെൻ റിട്ടേൺ ജേർണി ഈസ് ഇൻകംപ്ലീറ്റ്. സിമ്പിളാണ്. ഇപ്പോൾ നോൺ ഫ്ലൈറ്റ് അഥവാ സ്റ്റാൻഡിങ് എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ പകുതി 50%, 1/2 എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക, ഹാഫ് എടുത്തിട്ട് അത് വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് എടുക്കുക. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് അതിൻ്റെ ഒരു കാൽക്കുലേഷനിലോട്ട് കൗണ്ട് ചെയ്യുക. അടുത്ത എന്താ? രണ്ടാമത്തെ ഒരു കേസ് ഏതാ പറയുന്നത്? വെൻ റിട്ടേൺ ജേർണി ഈസ് ഹാഫ് വേ ബാക്ക്. റിട്ടേൺ ജേർണി ഹാഫ് വേ ബാക്ക് ആണെങ്കിൽ, റിട്ടേൺ ജേർണി ഫസ്റ്റ് ഫുള്ളി ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ 1/2 എടുക്കുക. ഇനി അടുത്ത കേസ് ഏതാ? വെൻ റിട്ടേൺ ജേർണി ഈസ് ഹാഫ് വേ ബാക്ക്. എന്താ ഹാഫ് വേ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന മുംബൈ ടു ലണ്ടൻ ഒരു ഔട്ട്വേർഡ് ജേർണി കംപ്ലീറ്റ് ആണ്. ലണ്ടൻ ടു മുംബൈയുടെ പകുതി കംപ്ലീറ്റ് ആണ്, പകുതി കംപ്ലീറ്റ് അല്ല എന്നുള്ളൊരു കേസ് വന്നാൽ ഈ എക്സ്പെൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മുടെ എക്സ്പെൻസിൻ്റെ നേച്ചറും കൂടെ അനുസരിച്ചെടുക്കണം. അതായത് ടോട്ടൽ എക്സ്പെൻസ് ഓഫ് വോയേജ് ആണോ തന്നേക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് ടിൽ ഡേറ്റ് ആണോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? എക്സ്പെൻസ് ടോട്ടൽ വോയേജിൻ്റെ ആയിട്ടാണോ, ടോട്ടൽ എക്സ്പെൻസ് ആണോ തന്നിരിക്കുന്നത്, നമ്മുടെ മൊത്തം വോയേജിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എന്നുള്ള രീതി പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസ് ആണോ? അങ്ങനെയുള്ള എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്തേക്കണം? 1/2 ഓഫ് ദ സ്റ്റാൻഡിങ് എക്സ്പെൻസ് ക്യാരി ഫോർവേഡ് ചെയ്യണം. 1/2, അതായത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 1/2 ഓഫ് ദ സ്റ്റാൻഡിങ് എക്സ്പെൻസ് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഏത് കേസിൽ? ടോട്ടൽ എക്സ്പെൻസ് ഓഫ് വോയേജ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? എക്സ്പെൻസസ് ടിൽ ഡേറ്റ് ആണ് തരുന്നത്. നമുക്കിപ്പോൾ പർട്ടിക്കുലർ കംപ്ലീറ്റ് ആയ ഒരു പർട്ടിക്കുലർ ഡേറ്റുമായിട്ട് വരെ ബന്ധപ്പെട്ട രീതിയിലാണ് നമ്മൾ ആ സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണേണ്ട ഒരു കേസാണെങ്കിൽ
സിമ്പിളായിട്ട് ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ നമുക്ക് പഠിക്കേണ്ട പോർഷൻ മാത്രം പഠിച്ചു വെക്കുക. നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/3 ഓഫ് ദ സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പം എക്സ്പെൻസസ് ടിൽ ഡേറ്റ് തന്നാൽ 1/3യും ടോട്ടൽ എക്സ്പെൻസ് ഓഫ് വോയേജ് തന്നാൽ 1/2 ഓഫ് ദ ടോട്ടലുമാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 1/2 തന്നെയാണ് ഫുള്ളി ഇൻകംപ്ലീറ്റ് ആവുന്ന കേസിലും എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 3 കേസുകൾ ഇപ്പോൾ 2 കേസാണ് പറഞ്ഞത്. റിട്ടേൺ ജേർണി ഫുള്ളി ഇൻകംപ്ലീറ്റ് ആവുന്ന കേസ്, വെൻ റിട്ടേൺ ജേർണി ഈസ് ഫുള്ളി ഇൻകംപ്ലീറ്റ്. രണ്ടാമത്തെ കേസ് ഏതാ, വെൻ റിട്ടേൺ ജേർണി ഈസ് ഹാഫ് വേ ബാക്ക് ആവുന്ന കേസിൽ 2 കേസ്, വീണ്ടും അതിന് 2 വേരിയേഷൻ ഉണ്ട്. ഒന്ന് ടോട്ടൽ എക്സ്പെൻസ് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ടിൽ ഡേറ്റ് എക്സ്പെൻസ് ആണോ തന്നിരിക്കുന്നത്. ടോട്ടൽ എക്സ്പെൻസ് തന്നാൽ 1/2ഉം ടിൽ ഡേറ്റ് തന്നാൽ 1/3യുമാണ് എടുക്കേണ്ടത്.